ഹായ് ഗൈസ്, ഇത് നമ്മളെ പുതിയൊരു യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് ഫർഹാൻ. എൻ്റെ പേര് അമൽനാഥ് ഫ്രം തിരുവനന്തപുരം. ഞാൻ കോഴിക്കോട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ യു കെയിൽ എത്തിയിട്ട് 1.5 വർഷത്തിൻ്റെ പുറത്തായി. 2022 മെയ് ജൂൺ സമയങ്ങളിൽ വന്നു നമ്മൾ രണ്ടുപേരും. അപ്പോൾ യു കെയിൽ എത്തിയിട്ട് ഇന്നേ വരെ ഒരു പാൽപ്പായസം നമ്മൾ കുടിച്ചില്ല. അപ്പം അമലിനൊരു ആഗ്രഹം, പാൽപ്പായസം ഉണ്ടാക്കിയാലാണ്. ഉണ്ട്, ഓക്കെ. അപ്പൊ ഉണ്ടാക്കിയാലോന്നൊരു ആഗ്രഹം. അപ്പൊ നമ്മൾ അതിനു വേണ്ടി അതിന്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം തപ്പിയെടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടൊരു പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഈ വീഡിയോ. ജസ്റ്റ് ഒരു വീഡിയോ, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മളെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് വെർമസല്ലി, ഇത് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക, പഞ്ചസാര, പിന്നെ ഇത് നമ്മളെ ഈ ഡബിൾ ക്രീം ആണ്. ചിലപ്പോ മറ്റേ മിൽക്ക് മെയ്ഡ് കിട്ടിക്കൊള്ളുന്നില്ല. മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യണ്ട. എന്റെ അഭിപ്രായത്തില് എപ്പോഴും ഡബിൾ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്ക് മെയ്ഡിനേക്കാൾ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഡബിൾ ക്രീം ഒന്ന് മേടിക്കാം. അത് ഇവിടെ സെയിൻസ്ബറി കിട്ടും. നെയ്യ്, പാല്. അപ്പൊ ഇതാണ് നമ്മളെ പരിപാടി. നെയ്യിടാം. ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വെർമസലി ഒന്ന് വഴട്ടിയെടുക്കണം. മൂപ്പിച്ച് വഴറ്റിയെടുക്കണം, വരട്ടണം. ഓക്കെ. ഇതൊക്കെ ഫാസ്റ്റ് പോകണം. ഇത് സംസാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഫാസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ അത് നമ്മള് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് പഴട്ടിയെടുക്കണം. അതിൽ പിന്നെ ഒരിച്ചിരി നെയ്യ്, അതൊന്ന് റെഡിയായി വരട്ടെ. മൂത്ത് വരുന്നുണ്ട്. പിന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണമെങ്കിൽ ഇച്ചിരി പഞ്ചാര ഇടണ നല്ലതാ. ശകലം മതി, ലൈറ്റായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് മാത്രം. ആ കാരമലായിട്ട് എൻ്റെ മുകളിലിരിക്കാനാണ്. എങ്കിലേ ആ ഒരു നമ്മൾ ആ പാല് വന്നാലും എന്താ പറയണേ, അതങ്ങ് സോക്ക് ചെയ്തത് കുഴ ആവത്തില്ല. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും. ലൈറ്റായിട്ട് ഷുഗർ ഇട്ടാൽ മതി. അപ്പൊ ഏകദേശം ഈ മുന്തിരി എന്താ പറയാ വഴറ്റി വെച്ചിക്കണ് അല്ലേ, സെറ്റ് ആയിട്ടുണ്ട്, മൂത്തുക്കണ്. പെരിവ് വരും. അത് മൂത്തിട്ടുണ്ട്. ഇനി വെച്ച കരി ഇടത്തേക്ക് ലൈറ്റായിട്ട് മാറ്റിയാം. അപ്പോഴത്തേക്ക് അതുമായിട്ടുണ്ട്. അടുത്ത എന്താ അടുത്തത് ഇനി ആലോചിക്കാനോ? അടുത്തത് ഇതുപോലെ ശകല നെയ്യും കൂടെ ഒഴിച്ച് എന്താ വയറ്റാള് നമുക്ക് ആ പാലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലോ? പൊട്ടിക്കാൻ പറ്റും. പൊട്ടിച്ച് ചെറിയ ചൂടില്ല, ലൈറ്റ് ചൂടേ വെക്കാവുള്ളൂ. അത് ഗ്യാസ് ആണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൽ ഇങ്ങനെ ഓരോ നമ്പറാണ്. ഇത് ഇലക്ട്രിക് ആണ്. ഇതുപോലെ ഹീറ്റ് ആവും. എന്നിട്ട് പാലിങ്ങനെ ഒഴിക്കുക. ഏറ്റവും ചെറിയ തീയിൽ. അതൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളതാ. ഇത് എൻറ്റയർലി ഫോർ ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന പിള്ളേർക്ക് വേണ്ടി മാത്രം. അതെ, സിംഗിളായിട്ട് താമസിക്കുന്നവർ. ഇതെല്ലാം ഉടായ്പ കുക്കിങ്ങ. എളുപ്പം എങ്ങനെ പണി നടത്താം.
ലൈറ്റായിട്ട് ഇളക്കി. ഇനി ഇതിൽ നമുക്ക് 2 ഏലക്ക പൊട്ടിച്ചിടണം കേട്ടോ. നോർമലായിട്ട് എന്താ ചെയ്യണേ, ഞാനിങ്ങനെ വെച്ചിട്ട് ഒന്ന് ചതച്ചിടാറാ പതിവ്. ഇത് വലിയ ഫ്ലേവർ ഇല്ലാത്ത സ്റ്റാൻഡേർഡ് കാണിക്കാനായിട്ട് അരിയാണ് സാധാരണ നമ്മൾ അടിച്ചു പൊട്ടിക്കയില്ലേ. പക്ഷേ വലിയ സ്മെല്ലില്ലാത്തണ്ട ഒന്ന് ചതച്ചിട്ടിരുന്നത് അത്ര പോരാ. എന്നിട്ട് അതുപോലെ ഇതിലിട്ട് സ്മെല്ലുണ്ടല്ലോ, സ്മെല്ലുണ്ടല്ലോ. എന്റെ വേ ഓഫ് കുക്കിംഗ് ആണ് കേട്ടോ. പക്ഷെ ഇതുപോലെ ഒന്ന് വെച്ച് വെക്കി കഴിഞ്ഞാൽ അടിപൊളി പായസം കിട്ടും. ഇതില് പഞ്ചസാര ഇട്ട് ഇല്ല, ഇനി ഇടും. ഇത് പാലൊന്ന് ചൂടായി വരുമ്പോ പഞ്ചാര ഇടും. പഞ്ചസാര നമ്മുടെ നാട്ടില് പഞ്ചാര, നമ്മളവിടെ പഞ്ചാര എന്നാ പറയണത്. പഞ്ചസാര എന്നൊക്കെ കോട്ടയത്തെ അച്ചടി ഭാഷയിലേക്കും പറയാം. ഇത് നമ്മൾ ഓരോ കൺട്രീനെയും കൺട്രി അല്ലല്ലോ, സംസ്ഥാനമാണ്, ജില്ല. അതിനെ കളിയാക്കുമ്പോലായി പോവും. ആൾക്കാർക്ക് മനസ്സിലാവല്ലോ, ഓരോ സ്ഥലത്തും ഓരോ സ്ലാങ് ആണ്. നമുക്ക് നമ്മളതായ ഭാഷയിൽ പറഞ്ഞാൽ മതി. നമ്മളെ ഭാഷ എന്താ? തിരുവനന്തപുരം. അത് നിന്റേത് മലയാളം. ഇപ്പൊ പാല് ഏകദേശം ചൂടായിക്കുന്നല്ലേ? ചൂടായി വന്നിട്ടുണ്ട്. എന്താ അടുത്ത പരിപാടി? പഞ്ചാര നട്ടോളി. ഈ സാധനമൊക്കെ ഈ നാട്ടിൽ നിന്നുണ്ടാവുന്നല്ലേ, ഈ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ? ഓടാ റോട്ടിൽ നിന്ന് ഇറക്കിയ സത്യം എവിടെ നിന്നിട്ടിയാ? നമ്മൾ പണ്ടേ ഞാൻ കിച്ചൺ പോട്ടറായിട്ട് നിന്ന കടയില്ലേ, അവിടെ നമുക്ക് ഡെസേർട്ട് കിട്ടും. ഇങ്ങനത്തെ പാത്രം? ആ ഡെസേർട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി അത് കാരമൽ പൊടിങ്ങൊക്കെ ഇതിലാ വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് പാത്രം അല്ല നമ്മളെ ഇനെന്താ പറയണേ, എന്താ പറയാ, ചട്ടി. നമ്മള് ചട്ടിയൊക്കെ ഉണ്ടാക്കണം. ക്ലേ അല്ലല്ലോ, കളിമണ്ണ്. അതില് ചട്ടി രാസയും മധുരമൊക്കെ ആവശ്യത്തിന് ചേർക്കണം. അപ്പൊ ഇത് ഓൾമോസ്റ്റ് പാലൊക്കെ ചൂടായി തിളച്ച് പൊന്തുണ്ട് അല്ലേ? ഒരുപാട് തിളപ്പിച്ചൂടാ. ഇങ്ങനെ ഏകദേശം ഒന്ന് ആയി വരുന്ന സമയത്ത് ഇനി ഡബിൾ ക്രീം ചേർക്കണം. ചേർത്തോ? ഇതാണ് മെയിൻ, എൻ്റെ വേ ഓഫ് കുക്കിങ്ങില് മെയിൻ സാധനം. ഒരിക്കലും മിൽക്ക് മെയ്ഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തേയില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട, ലൈറ്റായിട്ടൊന്ന് കൈയെടുക്കാൻ ഇളക്കിക്കൊണ്ടിരിക്കണം മാക്സിമം. ഇപ്പൊ നമ്മളെ പായസം ഓൾമോസ്റ്റ് ആയി എന്ന് പറയാൻ ആയിട്ടില്ലല്ലേ? ആയില്ല, ഇതൊന്നും ചേർത്തിട്ടില്ല. മണ്ടൻ കുഞ്ചിന് എന്താ അറിയാ? അതെ, എനിക്കൊന്നും അറിയില്ലല്ലോ. എല്ലാം ഉണ്ടാക്കണല്ലേ? എനിക്ക് തിന്നാൻ മാത്രമല്ല അറിയുള്ളൂ. ഞാനുള്ളോണ്ട് കഞ്ഞി കുടിച്ച് പോവാണ്. തന്നിനി ലൈറ്റായിട്ടൊന്ന് കട്ടിയാവും. ഇപ്പോഴും ലൂസാ. കട്ടിയാവാൻ വേണ്ടി എന്താ ചേർത്ത്? ഡബിൾ ക്രീം. അപ്പൊ ഓൾമോസ്റ്റ് അയക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? ഇതൊന്ന് ക്രീം പോലെ ആയിട്ടുണ്ട്. നമുക്ക് അതിൽ വെർമസലി ചേർക്കാം. ഓക്കെ, വെർമസലി നമ്മളിവിടെ നേരത്തെ സെറ്റാക്കി വെച്ചതിനുണ്ട്. ഇട്ടപാടെ ഒന്നും അനക്കരുത് കേട്ടോ. ഈ വെർമസല്ലി എന്ന് പറഞ്ഞ സാധനം സേമിയ തന്നെയല്ലേ? സേമിയ പായസം വെർമസലി എല്ലാം ഒന്നാ. പക്ഷെ ഇത് ഇവിടെ വാങ്ങിച്ചപ്പോ കിട്ടിയ കവറില് വെർമസലി എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് കുറച്ച് കട്ടി കുറവാ, നമ്മളവിടെ കിട്ടുമ്പോൾ നല്ല കട്ടിയുള്ളതല്ല. ഇനി ഇങ്ങനെ കിടന്ന് എത്ര മിനിറ്റ് വെക്കണം അതിങ്ങനെ? ജസ്റ്റ് 2-3 മിനിറ്റ്സ് മതി. 2-3 മിനിറ്റ് മതി. ആ ടൈം ഉണ്ടാവും. ഇത് പെട്ടെന്നാവും. ഇപ്പോഴേ താണ്ടേ. എന്നാ പിന്നെ ആവട്ടെ. ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്താ മതി. ലാസ്റ്റോ? ലാസ്റ്റ്. എന്താ ലാസ്റ്റ് ചേർക്കുന്നേ? എനിക്കറിഞ്ഞൂടാ, വെറുതെ. ആയോ?
എന്തായോന്ന്. അപ്പൊ ഗൈസ് നമ്മളെ പായസം ഏകദേശം റെഡി ആയിക്കുന്നല്ലേ. വേണ്ടേ നല്ല കട്ടിയായി, നല്ല കട്ടിയിലല്ലേ. ഇനി ഇതിലേക്ക് മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ കലാസ്. ഞാൻ എടുത്തോ. ഒട്ടിപ്പിടിച്ചിക്കണ്. ടിഷ്യൂ പേപ്പറിലൊട്ടി ഗൈസ്. ഗുയ്സ് ഇനി എന്ത് ചെയ്യും? അപ്പൊ ഏകദേശം നമ്മളെ പായസം റെഡി ആക്കിന്. ഇവ തിളപ്പ് നോക്ക്. ഞാൻ ഇളക്കിക്കാള് അല്ലേ, മിക്സ് ആക്കണോ? കയ്യിലൊക്കെ ഇട്ട് ഇളക്കി സെറ്റാക്കി. ഞാൻ ചൂടാക്കണോ? ഞാൻ ചെയ്യണ്ടല്ലോ. അല്ലേ തീ ഓഫാക്കി ഇനി അങ്ങനെ ലീവ് ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ അതേ ചൂടിലിരുന്നിട്ട് പായസം സെറ്റ്. അപ്പൊ പായസം സെറ്റ് നീ കുടിച്ച് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ ബൈ. നമ്മളിഞ്ഞ് പായസം സെറ്റ് ആയിക്കുന്നത് ഏകദേശം. ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇനി ഗ്ലാസ്സിലേക്ക് അമല് മാറ്റുന്നുണ്ട്. ഇതിൽ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണത് ഇവിടെ ആരാണെന്ന് അറിയാം, ഫർഹാനാണ്. എന്തുണ്ടെങ്കിലും എന്റെ പരീക്ഷണം അവനിലായിരിക്കും. രണ്ട് സ്പൂണും തൊട്ട് സെറ്റ് അല്ലേ. സ്പൂൺ എടുക്കാം. ഇവിടെ ഓക്കെ. എനിക്ക് എന്താ പറയാനുള്ളതിനെ പറ്റിട്ട്? പായസം സെറ്റ്. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. നമ്മളല്ല നീ നോക്ക്. എവിടെ അടിപൊളി സെറ്റ്. ഹലോ പൊളി ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്താ എൻ്റെ റിയാക്ഷൻ? ഓക്കെ അല്ലേ? കാർപ്പറ്റിലൊക്കെ ആക്കി. ഇപ്പൊ പായസം വീഡിയോ സെറ്റ് ആയിക്കണ്. അതെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരും. ഓക്കെ, എന്തായാലും വരും. അതെ, ഇനി നിരന്തരം. ബൈ, പീസ്. അപ്പോ നമ്മളെ പായസം വീഡിയോ കഴിഞ്ഞ് പിന്നെ അടുത്ത